ട്രംപിൻ്റെ വെടിനിർത്തൽ പദ്ധതി ഗാസയിൽ സമാധാനം കൊണ്ടുവരുമോ? ഗാസയുടെ അവസ്ഥ എന്താണ്? ഗാസ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഗാസ മുനമ്പിൻ്റെ ഭരണം ഇപ്പോൾ 2 ശക്തികളുടെ കീഴിലായി. ഒരു മേഖലയുടെ നിയന്ത്രണം ഇസ്രായേലിനാണ്, മറ്റേത് ഹമാസിൻ്റെ കീഴിലും. വലിയ കാർഷിക മേഖലകൾ തെക്ക് ഭാഗത്തുള്ള റാഫ, ഗാസ നഗരത്തിലെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ ഗാസയുടെ ഏകദേശം 53% പ്രദേശവും നിലവിൽ ഇസ്രായേൽ നിയന്ത്രിക്കുന്നു. ഗാസയിലെ ഏകദേശം 2 ദശലക്ഷം ജനങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങളും ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളും പ്രവർത്തിക്കുന്ന മേഖലയുടെ നിയന്ത്രണം ഇപ്പോഴും ഹമാസിനാണ്. ട്രംപിൻ്റെ വെടിനിർത്തൽ പദ്ധതി വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനിടയിൽ മഞ്ഞരേഖയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ നിയന്ത്രിത മേഖലയായ റാഫയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഏകദേശം 200 ഹമാസ് പോരാളികളാണ്. ഇവരെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കണമെന്ന് US ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുണ്ട്. ഹമാസ് പോരാളികൾക്ക് പൊതുമാപ്പ് നൽകും, അല്ലെങ്കിൽ രാജ്യം വിടാൻ അനുവദിക്കും. പകരമായി ഹമാസ് പോരാളികൾ കീഴടങ്ങുകയും ആയുധങ്ങൾ കൈമാറുകയും വേണം. ഹമാസ് കീഴടങ്ങുന്നതോടെ തുരങ്കങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. ഗാസയിൽ മഞ്ഞരേഖ അതിർത്തിയായി മാറുന്നു. ട്രംപിൻ്റെ പദ്ധതി പ്രകാരം അടുത്ത ഘട്ടത്തിൽ ചെയ്യുന്നത് മഞ്ഞരേഖയ്ക്ക് അപ്പുറത്തു നിന്ന് കൂടുതൽ IDF സൈനികരെ പിൻവലിക്കലും ഒരു ഭരണ സംവിധാനം ഒരുക്കലുമാണ്. ഇസ്രായേൽ സൈനികരെ മാറ്റി പകരം ഒരു ബഹുരാഷ്ട്ര സേനയെ വിന്യസിക്കും. ഹമാസിൻ്റെ നിരായുധീകരണം, പുനർനിർമ്മാണം ആരംഭിക്കൽ എന്നിവയും അടുത്ത ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിന് പക്ഷേ സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഹമാസ് നിരായുധീകരണത്തിന് വിസമ്മതിക്കുകയാണ്. ഇസ്രായേൽ പലസ്തീൻ അതോറിറ്റിയുടെ ഇടപെടലിനെയും എതിർക്കുന്നു. ബഹുരാഷ്ട്ര സേനയെ ചൊല്ലി ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞരേഖ ഗാസയെ വിഭജിക്കുന്ന യഥാർത്ഥ അതിർത്തിയായി മാറുമെന്നാണ് വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസും കുഷ്നറും ഗാസയിലെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പുനർനിർമ്മാണ ഫണ്ടുകൾ അയക്കാനും ഗാസക്കാർക്ക് താമസിക്കാൻ മാതൃകാ മേഖലകൾ സൃഷ്ടിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ഗാസയെ സ്ഥിരമായി വിഭജിച്ച് നിർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പുരോഗതി ഉണ്ടെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് പറഞ്ഞത്. എന്നാൽ പുനർനിർമ്മാണം ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് മാത്രമായി പരിമിതപ്പെടുത്തുമോ എന്ന് വെളിപ്പെടുത്താതെ കൂടുതൽ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് മാത്രം US വക്താവ് പ്രതികരിച്ചു. 2005 പൊളിച്ചു മാറ്റിയ വാസസ്ഥലങ്ങൾ പുനർനിർമ്മിക്കണമെന്നാണ് ചില തീവ്ര ഇസ്രായേൽ വലതുപക്ഷ മന്ത്രിമാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഗാസയിൽ വീണ്ടും അധിനിവേശം നടത്താനോ ഭരിക്കാനോ ഇസ്രായേലിന് ഉദ്ദേശമില്ലെന്നാണ് നെതന്യാഹു പറയുന്നത്. ഒക്ടോബർ 7-നുണ്ടായതുപോലെ ഭാവിയിൽ ആക്രമണങ്ങൾ തടയാൻ ഗാസയ്ക്കുള്ളിൽ ഒരു ബഫർ സോൺ നിലനിർത്തണമെന്നാണ് IDF നിർദ്ദേശിക്കുന്നത്.